ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഭക്ഷണയോഗ്യമായ 5 പൂക്കളെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തേത് നമ്മുടെ ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചായ, ജ്യൂസ്, സാലഡുകൾ, ഡെസേർട്ടുകൾ തുടങ്ങി പല വിഭവങ്ങളിലാണ് ചെമ്പരത്തി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മുടെ ശരീരത്തിലെ കരളുണ്ടല്ലോ, കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. അതിനൊക്കെ ഈ ചെമ്പരത്തി ഇതളുകൾ നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത്. ഇനി രണ്ടാമത്തേത് റോസുകളാണ്. അപ്പോൾ റോസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, റോസിൻ്റെ ഇതളുകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടല്ലേ. എനിക്കറിയാവുന്ന ഞാനൊന്ന് പറഞ്ഞുതരാം. കൽക്കണ്ടിൽ, കുലുക്കി സർബത്തിൽ, ഡെസേർട്ടുകളിൽ, ടോപ്പിങ്ങിൽ, ചായ ഉണ്ടാക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഉപയോഗിക്കുന്നുണ്ട്. പനിനീരുണ്ടാക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഇത് എന്താണ്, റോസിൻ്റെ ഇതളുകൾ നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ്, ഗുണം എന്താണെന്ന് പറയണ്ടേ? ശരിക്കും നമ്മുടെ ദഹനത്തെ മെച്ചപ്പെടുത്താനായിട്ട് റോസിൻ്റെ ഇതളുകൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രക്തശുദ്ധി വരുത്താനായിട്ടും റോസിൻ്റെ ഇതളുകൾക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേത് ആരാണെന്ന് അറിയണ്ടേ? മൂന്നാമത്തേത് നമ്മുടെ മാരിഗോൾഡാണ്. അതെ, നമ്മുടെ ഭക്ഷണത്തിൽ നിറവും രുചിയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് മാരിഗോൾഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ കടുകൊക്കെ വറുക്കുമ്പോഴുണ്ടല്ലോ, മാരിഗോൾഡിൻ്റെ 2-3 ഇതളുകളൊക്കെ ഇങ്ങനെ നുള്ളിയിട്ടിട്ടൊന്ന് വറുത്ത് നോക്കൂ. കറികൾക്ക് പ്രത്യേക ഒരു രുചിയും മണവും ഒക്കെ കിട്ടും. അപ്പോൾ മാരിഗോൾഡിൻ്റെ ഇതളുകൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയണ്ടേ? നമ്മുടെ ദഹന പ്രശ്നങ്ങൾ ശമിപ്പിക്കാൻ മാരിഗോൾഡിൻ്റെ ഇതളുകൾക്ക് കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായി നമ്മുടെ ഇടയിൽ ഈ മാരിഗോൾഡിൻ്റെ ഇതളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നാലാമത്തേതാരാ? നമ്മുടെ ശംഖുപുഷ്പം, ബട്ടർഫ്ലൈ പീ. അതെ, ബ്ലൂ ടീ, ബ്ലൂ ചോറ്, മധുരവിഭവങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ, ബ്ലൂ ചായ, നീല ചായ എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഈ ശംഖുപുഷ്പം ഉപയോഗിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകൾ കഴിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, മജ്ജകളുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താവുന്ന പൂക്കളാണ്. അടുത്തത് മുല്ലപ്പൂക്കളാണ്. മുല്ലപ്പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയിലും എന്താ പറയുക, സുഖാനുഭവങ്ങൾ പകരുന്ന പാനീയങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാമല്ലോ. അങ്ങനെയുള്ളതിലൊക്കെ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. ശരിക്കും എന്താ ഇതിൻ്റെ ഗുണം? നമ്മുടെ മാനസിക സമാധാനം കൂട്ടിത്തരുന്നു. അതുപോലെ നമ്മുടെ മജ്ജാവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മുല്ലപ്പൂക്കൾ ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പൂക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ, ഭക്ഷിക്കാൻ പറ്റുന്ന പൂക്കളെ അറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്തോളൂ. അതിൻ്റെ ഉപയോഗവും എന്താണ് നമുക്കത് ശരീരത്തിൽ നൽകുന്ന ഗുണമെന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കമൻറ്റ് ഇട്ടോളൂ.